കഷായത്തിൽ വിഷം ചേർത്തുകൊണ്ട് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി നാളെ. നെയ്യാറ്റിൻകര, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഷായത്തിൽ വിഷം ചേർത്തുകൊണ്ട് നെയ്യാറ്റിൻകര സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ പ്രതി ഗ്രീഷ്മയുടെ കോടതി വിധി നാളെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി PM ബഷീർ വിധി പറയും. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി വിചാരണ നടക്കുകയായിരുന്നു. വിചാരണയ്ക്കിടയിൽ പ്രതി ഗ്രീഷ്മ തൻ്റെ പ്രണയത്തിൽ നിന്നും ഷാരോൺ രാജുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്തിരിയാത്തതിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയെയും അമ്മാവനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. തെളിവ് നശിപ്പിച്ചതിനാണ് ഇരുവർക്കെതിരെയും പ്രതി ചേർക്കപ്പെടാനുള്ള പ്രധാന കാരണം. നേരത്തെ ഇരുവരും പ്രണയത്തിലായപ്പോൾ പ്രതി ഗ്രീഷ്മ പ്രണയത്തിൽ നിരസിക്കാൻ തയ്യാറായപ്പോൾ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്ന് വീട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് വിഷം കലർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്ക് സൈനികനായ മറ്റൊരാളിൽ നിന്ന് കുടുംബം വിവാഹാലോചന നടത്തിയപ്പോൾ ആ വിവാഹം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും എന്നാൽ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറാത്തതിനെ തുടർന്ന് വിഷം കലർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. നേരത്തെ ജ്യൂസ് ചാലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസിനകത്ത് വിഷം ചേർത്തുകൊണ്ട് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യൂസിന് കയ്പായതുകൊണ്ട് തന്നെ ഷാരോൺ കുടിക്കാത്തത് കാരണം അന്ന് മരണത്തിൽ നിന്നും തെന്നിമാറുകയായിരുന്നു എന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ട് ഈ ഗ്രീഷ്മ രാജൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടാനുള്ള പ്രധാന കാരണം മരണവേളയിൽ ഷാരോൺ താൻ അവസാനമായി ജ്യൂസ് കുടിച്ചത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നാണ് എന്ന് മരണവേളയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മ രാജനെയും കുടുംബാംഗങ്ങളെയും പോലീസ് പ്രതി ചേർത്തുകൊണ്ട് കേസ് അന്വേഷിച്ചത്. ഒരു നിമിഷത്തെ തൻ്റെ കുറച്ചുകൂടി സൗകര്യം കൂടിയ ജീവിതം വേണമെന്ന അത്യാഗ്രഹം കാരണം ഒരു കുടുംബം കഴിഞ്ഞ 3 വർഷമായി കേസിലും വിചാരണയിലും ജയിലറയിലും കഴിയുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വഴിത്തിരിവ് തന്നെ ഷാരോണിൻ്റെ അവസാന മരണസമയത്തുള്ള മൊഴി മാറിയിട്ടുണ്ട്.